ഹലോ, ഇന്ന് ഡിസംബർ 16. ഇന്ന് ന്യൂജേഴ്സിയിൽ ഞങ്ങൾക്ക് ആദ്യത്തെ സ്നോ പെയ്യാൻ പോവാണ്. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം വലിയൊരു സ്നോ ആണ്, സ്നോ സ്റ്റോം തന്നെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആദ്യത്തെ വലിയ സ്നോ, മേജർ സ്നോ എന്ന് പറയാം. ഇതിന് 2 ദിവസം മുന്നേ സ്നോ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ സ്നോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ വർഷത്തിന് ശേഷം ആദ്യമായിട്ട് 18 ഇഞ്ചോളം സ്നോ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഞാനിതുവരെ 18 ഇഞ്ച് സ്നോ ഒന്നും കണ്ടില്ല. ഞാൻ കൂടി വന്ന ഒരു 5 ഇഞ്ച് സ്നോ മാക്സിമം കണ്ടിട്ടുള്ളൂ. ഈ 18 എന്നൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട്, എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയണമല്ലോ. പിന്നെ ഇപ്പം നമ്മുടെ ഡ്രൈവേയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം സ്നോ വന്നു കഴിഞ്ഞാൽ കുറച്ച് മുൻകരുതൽ നമ്മൾ എടുക്കണമല്ലോ. അത് കാരണം ഇവിടെയൊക്കെ ഒന്ന് ഉപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഉപ്പിട്ട് കഴിഞ്ഞാൽ സ്നോ അങ്ങനെ പിടിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കണ്ടോ? ഓ, ഡിരുവിന്റെ മുഖം കാണാമോ? ഡിരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്നോ ആയിരിക്കും. കഴിഞ്ഞ പോലെ ഞങ്ങൾ ചെറിയ സ്നോമാനൊക്കെ ഉണ്ടാക്കി, പക്ഷെ ഡിരുവിന് ഓർമ്മയൊന്നും കാണില്ല. ഡിരുവിന് എത്രയാ, 3 മാസം 2 മാസം എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ 50 കിലോന്റെ ഉപ്പാണിത്, ഉപ്പ് സോൾട്ട്. അത് നമ്മൾ കറിയിലിടുന്ന ഉപ്പല്ല, ഇവർ പറയുന്നത് കാൽഷ്യം ക്ലോറൈഡ് എന്നാണ്. കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ കറിയിലിടുന്നത് സോഡിയം ക്ലോറൈഡ് ആണല്ലോ. സബ് സീറോ കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ പണി തുടങ്ങാണ് കേട്ടോ. 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മെൽറ്റ് ചെയ്ത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് ചെയ്യാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഡ്രൈവേ അതിന് മുന്നിലുള്ള ഒരു വാക്ക് വേയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അവിടെ ആരെങ്കിലും സ്ലിപ്പായി വീഴുകയാണെങ്കിലും നമ്മളാണ് അതിന് ഉത്തരവാദികൾ. അപ്പോൾ പരമാവധി നമ്മൾ ഇങ്ങനെയുള്ള റിസ്ക് ഒഴിവാക്കാൻ നോക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഐസ് മെൽറ്റ് ചെയ്യുന്ന സ്നോ. ബേബിനെ പിടിച്ചോ, ഉപ്പ്. ഞാൻ കുറേ നേരം സ്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. സ്നോ ഹാങ് ഓവറിലാണ്. ഡീഡു ഇറങ്ങി ഓടുന്നോണ്ട് അവളെ പിടിച്ച് ഞാൻ സൈക്കിളിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ, ഓടിക്കളി സ്നോ ഒക്കെ ഈ ഉപ്പൊക്കെ വാരുന്നു അവള്. സർക്കസ് വേണ്ട, ഇരിക്കാൻ പഠിച്ചു ഇതാ വരുന്നുള്ളൂ. അപ്പത്തേക്ക് സർക്കസ് ആണ് സൈക്കിളിന്റെ പോകുന്നത്. ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇരിക്കൂല. സൈഡ് വാക്ക് കവർ ചെയ്ത് കഴിഞ്ഞു. സൈഡ് വാക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ ഡ്രൈവേ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ കൈ കൊണ്ട് വാരി എറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് സ്പ്രെഡ് ചെയ്യാനൊരു സ്പ്രെഡർ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതുവരെ ഉന്തുവണ്ടി പോലെ ഒരു സാധനമാണ്. അതാകുമ്പോൾ എല്ലാ സ്ഥലത്തും ഈവണായിട്ട് ഇടുമ്പോൾ കറക്റ്റായിട്ട് ഈവണായിട്ട് ഇടും. പക്ഷേ അതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം ഇതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. ഉപ്പ് വാങ്ങി വെച്ചത് ഭാഗ്യമായി. അപ്പോൾ ഇനി ഡ്രൈവേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഡ്രൈവേയിലൊക്കെ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞു. ഈ ടുട്ടു എന്താ ഇല്ലാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ നിങ്ങൾ? ആക്ച്വലി ടുട്ടു ഈ ഓൺലൈൻ ക്ലാസ്സിലാണ്. അവരുടെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അഥവാ സ്നോ പെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല, ഇറങ്ങാനും പാടാ പിന്നെ പുറത്തേക്ക്. അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. ഇപ്പോൾ കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ പ്രശ്നമാക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ സ്റ്റക്കായ പോലെയുള്ള നല്ല തണുപ്പാണ് ഇവിടെ, ഫ്രീസിങ് ആണ്. അത് കാരണം കൈയൊക്കെ റബ്ബർ ഗ്ലൗസ് ആണ്. ഈ സാധനം തൊടുന്നത് കാരണം ഇത് കെമിക്കലാണോ, കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് അറിയാത്ത കാരണം ഞാൻ പെയിൻ്റ് അടിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന സെയിം ഗ്ലൗസ് തന്നെ എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണി ഉച്ചയാകുമ്പോൾ ഏകദേശം 1 മണി തൊട്ട് നാളെ രാവിലെ 4 മണി വരെ കണ്ടിന്യൂസ് സ്നോ ആണെന്നാണ് പ്രഡിക്ഷൻ. അപ്പോൾ അത് ഓവർ ദ ടൈം നാളെ രാവിലെ ആകുമ്പോഴേക്ക് വീണ്ടും സ്നോ കൂടുമായിരിക്കും. അപ്പം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി അകത്ത് കയറി ഇരിക്കാം, വെറുതെ കൈ തണുക്കണ്ടല്ലോ. അത് ശരിയാ. അതായത് ഫ്രണ്ട് യാർഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അതെ, ഇപ്പം അത്യാവശ്യം പുല്ലൊക്കെ ഉണ്ട്, കരിഞ്ഞു തുടങ്ങി തണുപ്പ് കാരണം. എല്ലാം രാത്രിയാകുമ്പം 0 താഴെയാണ് ടെമ്പറേച്ചർ. അത് കാരണം ഏകദേശം എല്ലാം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ റോഡ് വരെ നമുക്കൊന്ന് നടന്നിട്ട് വരാം. റോഡിൽ ഇവിടെ ഇവര് ഗവൺമെന്റ് തന്നെ ഉപ്പിടുമല്ലോ. ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് അത് പോയി കണ്ടിട്ട് വരാം. ഇവിടെ വലിയ ഹൈവേയിലും എല്ലാ റോഡിലും ഇതുപോലെ ടൗൺഷിപ്പോ അല്ലെങ്കിൽ ആരാണോ ഗവേണിംഗ് അവർ തന്നെ എല്ലാം ടേക്ക് കെയർ ചെയ്യും. ഉപ്പൊക്കെ ഇട്ട് സ്നോന് മുന്നേ എല്ലാം സെറ്റാക്കി വെക്കും, ആൾക്കാർക്ക് ഉപകാരമാവാൻ. പോവാം. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് യാർഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാർഡിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്നോവിന്റെ മുന്നേ ഉള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പാരിസൺ നമുക്ക് ചെയ്യാം. ആദ്യം ഗ്ലൗസ് ഇട്ടോട്ടെ, കൈ നല്ല തണുപ്പാണ്. തണുക്കുന്നുണ്ടോ? ഒക്കെ തണുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാക്ക് യാർഡിലാണ്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ എല്ലാം പുല്ലൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് യാർഡ് പോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ജസ്റ്റ് ഒരു 360 വ്യൂ. നമ്മുടെ ബാക്ക് യാർഡിൽ ഒരു കുഞ്ഞു സ്വിങ്ങൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അഴിച്ചു വെച്ചു.
അഴിച്ച് ഷെഡിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് എടുത്തു വെച്ചു. കാരണം സമ്മർ വരുമ്പോൾ കാര്യമുള്ളൂ. ശരിയാ, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യണം, തുരുമ്പെടുക്കും. ഇതുണ്ടോ? അപ്പം ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇനി സ്നോ കഴിഞ്ഞ് തിരിച്ചു വന്ന് നമുക്ക് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഞങ്ങൾക്ക് മെല്ലെ നടക്കാൻ അറിയില്ല. നടന്നു പഠിച്ചതിൻ്റെ ഒരു അഹങ്കാരം. വാ വാ, പുല്ല് പോവില്ലേ? പുല്ലിന് പാടാ. എടാ എന്താല്ലേ അവിടെ പുല്ല് പോവില്ല. എടുത്തോ. നമ്മൾ രാവിലെ ഉപ്പിട്ടതിന് ഗുണമുണ്ടിട്ടാ. ഹൈവേയിൽ ഒട്ടും സ്നോ ഇല്ല. കണ്ടോ? സ്നോ ഇതേ പെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പുറത്തൊക്കെ റോഡൊക്കെ കണ്ടോ? എന്താ ഞങ്ങളെ അപ്പുറത്തെ വീട്ടുകാരുടെ ഡ്രൈവേ ഉണ്ട്, നിറച്ച് സ്നോ ആണ്. പക്ഷെ നമുക്ക് ഇതുവരെ ഇല്ല. ഇനി എത്ര നേരം നമ്മളെ സായിപ്പിൻ്റെ ഉപ്പ് ഇങ്ങനെ നിൽക്കുന്നുള്ളത് അറിയില്ല. നല്ല തണുപ്പ്. അതേപോലെ നിന്ന് ഞാൻ ഫ്രീസായി പോവും. റോഡിലുള്ള സ്നോ ഇവിടെ ടൗൺഷിപ്പ് തന്നെ ക്ലീൻ ചെയ്ത് തരും. റോഡ് മാത്രമാണ്, അവർ റോഡിൽ നിന്ന് സ്നോ പ്ലോ ചെയ്ത് സൈഡിലേക്ക് ആക്കും. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആക്ച്വലി ആ റോഡ് ക്ലിയർ ആയി കിട്ടുന്ന ഒരു സമാധാനമാണ്. എന്തെങ്കിലും എമർജൻസി ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ അതൊരു ഉപകാരമാണ്. ഇന്ന് ഉച്ച മുതൽ ഇവിടെ സ്നോ പെയ്യാണ്. പുറത്തെ അവസ്ഥ ഏകദേശം നേരത്തെ ആ വണ്ടി വന്ന് സ്നോ ഒക്കെ കോരുന്ന കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ പുറത്ത് ഇറങ്ങി നോക്കാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് പുറത്തൊന്ന് പോയിട്ട് എന്താണ് അവസ്ഥ ശരിക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഓ തണുപ്പാണ്. കാണാലോ അല്ലേ? നേരത്തെ ആ വണ്ടി വന്ന് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ സ്നോ ഒന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു. റോഡൊക്കെ ശരിക്കും കടൽ പോലെ സ്നോ ഇങ്ങനെ കിടക്കുന്നത് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അവർ വന്ന് ക്ലീൻ ചെയ്തു. പക്ഷെ അവർ വന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് നാളെ ഇറങ്ങാൻ വഴിയും ഉണ്ടാവില്ല. നല്ല കാര്യം ചെയ്യുന്ന അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി. എനിക്ക് വീഴുമെന്ന് പേടിയുണ്ട്. ഈ സ്നോ ഇപ്പോൾ പൊടി പോലെ കിടക്കുകയാണ്. 2016 ഇതുപോലെ വലിയൊരു സ്നോ സ്റ്റോം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് പോയ സമയത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ വർഷം ഞങ്ങൾ രക്ഷപ്പെട്ടായിരുന്നു. അകത്ത് കയറിയപ്പോൾ നല്ലൊരു സമാധാനം. പക്ഷെ നാളെ എന്തായാലും ഈ തണുപ്പത്താണെങ്കിലും ഒന്ന് ടുട്ടുവയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒന്ന് ഞങ്ങൾ പുറത്തിറങ്ങും. ഒരു സ്നോമാൻ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഈ വിൻ്റർ തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്ര സ്നോ ഉണ്ടാവും എന്നുള്ള അറിയില്ല. എന്നാൽ ഇത്രയും വലിയൊരു സ്നോ ഇനി കിട്ടുമെന്നുള്ള അറിയില്ല. അതുകൊണ്ട് എന്തായാലും നാളെ തന്നെ ഇറങ്ങിയിട്ട് ഒരു സ്നോമാൻ ഉണ്ടാക്കണം. ഇന്നിപ്പോൾ ഡിസംബർ 17 രാവിലെയാണ്. ഇന്നലെ ഉച്ച മുതൽ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 മണിക്കൂറിന് മുകളിലായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എത്രയായി എന്നുള്ളത് കാണിക്കാം. രാവിലെ മുതൽ രാത്രി വരെയൊക്കെ എത്രയായിട്ടുണ്ടെന്നുള്ളത്. നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ തിരക്ക് പിടിച്ച സ്നോന് എന്തിനാണ് ഡോർ തുറക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഷെഡിലായി പോയി ഷവല് ഫുള്ള് ഡ്രൈവേയും സൈഡ് വാക്കും എല്ലാം മൂടിക്കിടക്കുകയാണ്. അപ്പം ജസ്റ്റ് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിടണം. പിന്നെ ഇന്നലെ രാത്രി ഒരു വണ്ടി വന്നിട്ട് സ്നോ പ്ലോ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവരും ഇതുപോലെ എല്ലാം ഞങ്ങളുടെ മുന്നിൽ എല്ലാവരുടെയും വീട്ടിന് മുന്നിലാണ് ഒരു പൈൽ ഉണ്ടാക്കിയിട്ടിരുന്നത്. അത് ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡായി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിടാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷവല് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവഴി പോവാം. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഷൂ ഇട്ടിട്ട് അകത്ത് ചവിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പുറം കാണാം. ഡോറടച്ചോ. ഫ്രണ്ട് ഡോർ തുറക്കാൻ പോവാണ്. രാവിലെ അതിന് ശേഷം ഫ്രണ്ട് ഡോർ തുറന്നിട്ടില്ല. ആദ്യം ഞങ്ങൾ ബാക്ക് പോയിട്ട് ഷവൽ എടുത്തിട്ട് വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. ഏട്ടൻ കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ട് പോവാം. അവിടെയാണ് ഫ്രണ്ടിലാണ് എല്ലാം സ്നോ അവർ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതും റിമൂവ് ചെയ്യണം. ഇതൊന്നും മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് പുല്ലാണ്. പക്ഷെ അവിടെ നമ്മുടെ കാറൊക്കെ ഇറങ്ങണമെങ്കിൽ ആ ഒരു വലിയ പാറ പോലത്തെ ഇത് മാറ്റണം അവിടെ. ഇതാ ഈ വലിയ കഷ്ണങ്ങളാണ് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യേണ്ടത്. നമ്മുടെ കാർ ഡ്രൈവേയുടെ കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാം. അങ്ങോട്ട് പോകണ്ട മോളെ, അവളുടെ കാലിൻ്റെ അത്രയും ഉണ്ടാവും. 2016 ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും വലിയൊരു സ്നോ.
ഇപ്പോൾ പൊടി പോലെ നമുക്ക് ഉപ്പൊക്കെ പോലെ കോരി എറിയാൻ പറ്റുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇത് ഐസ് പോലെ ഉറച്ചു പോകും. പിന്നെ വണ്ടി ഇറക്കണമെങ്കിൽ നമ്മളൊരു 1-2 മണിക്കൂർ പണി പെടേണ്ടി വരും. എണ്ണ കാണണ്ടല്ലേ, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ഡീതുവിനെ ആദ്യം കൊണ്ടുപോയിട്ട് അകത്ത് കയറ്റട്ടെ, അവളെ ഉറക്കിയിട്ട് അപ്പോഴത്തേക്കായിട്ട് ഏകദേശം ക്ലീൻ ചെയ്ത് കഴിയാറാവും. അപ്പോൾ നമുക്ക് ഇറങ്ങാവുന്നതാണ്. ഹലോ, കുറേ നേരം ഇപ്പോൾ 1 മണിക്കൂറോളായിട്ട് അരുൺ പുറത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിടയ്ക്ക് കുറച്ചൊരു 1/2 hour ഞാൻ ഇറങ്ങിയിരുന്നു. പക്ഷേ ഡീഡു പ്രശ്നമാക്കിയപ്പോൾ തിരിച്ചു കയറേണ്ടി വന്നു. അപ്പോൾ ആ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് എന്താ അവസ്ഥ എന്ന് ചെന്ന് നോക്കാം. ഇപ്പോൾ എനിക്ക് ആ ജാക്കറ്റ് അതൊക്കെ എടുത്ത് പോകാൻ പറ്റും. വാതിലിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ, ഞങ്ങളുടെ കയ്യിൽ കാര്യമായിട്ടുള്ള ടൂൾസും ആയുധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ സമയം എടുക്കുന്നത്. നെക്സ്റ്റ് വിൻ്റർ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി സെറ്റപ്പ് ആവണം. കഴിഞ്ഞ വിൻ്ററൊന്നും ഇത്ര അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ കാര്യമായിട്ടുള്ള സ്നോ ഉണ്ടാവും എന്നുള്ളത്. അതും ഭയങ്കര ബിസിയാണ്. തളർന്നു പോയിട്ടുണ്ടാവും മിക്കവാറും. മോസ്റ്റ് ആ കളർ, ആ നീല കളർ സാധനം ഞങ്ങളുടെ അല്ലാട്ടോ. ഞങ്ങൾ ഈ ചെറിയ കുന്തം കൊണ്ട് ക്ലീൻ ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങൾ നെയ്ബർ കൊണ്ടും തന്നതാണ്. നാളേക്ക് നടുവേദന വരണ്ടായിട്ട് എടുത്തോന്ന് ഓർത്ത് തന്നതാണ്. ടുട്ടുവിനെ കണ്ടോ, ടുട്ടു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അവൾക്ക് ഒന്ന് സ്നോയിൽ പോയിട്ട് വീട് ഇറങ്ങിയത് കൊണ്ട് ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഏതായാലും സെറ്റപ്പ് ആക്കി വിട്ടിട്ടുണ്ട്, ഒന്ന് ഇറങ്ങിയിട്ട് വരട്ടെ. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവാൻ നോക്കിയപ്പോൾ അവിടെയൊക്കെ കാൽപ്പാടുകളുണ്ട്. ഏതോ ജീവിയൊക്കെ കയറിയിട്ടുണ്ട്. മൊയലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ടുട്ടു പറയുന്ന മൊയലാണ്. ഞങ്ങക്ക് മാനാന്നാ വിചാരിച്ചത്. കാൽപ്പാടുകൾ നോക്കാം. Are you ready? Yeah, okay. Mama, tell me if it's a good snow. Just yellow. വാ. അപ്പൊ ഇത്രയും കുഞ്ഞു കാണുവാണ്. ഇത്രയും കുഞ്ഞു കാണാനാ. ഇത്രയും കുഞ്ഞു മൂക്കുകുത്തി വീണടാ. സ്നോ ഏഞ്ചൽ. ഈ കളിക്കുന്നതാണ് സ്നോ ഏഞ്ചൽ കേട്ടോ. എന്താന്നുള്ളത് അവക്കേ അറിയുള്ളൂ. അവള് പറയുന്നത് അതാണ്. ഞങ്ങളും പറഞ്ഞാ ശരി. ആണോ? ശരി. ബട്ടർഫ്ലൈ പോലെ നമുക്ക് തോന്നുന്നത്. സ്നോ ഏഞ്ചൽ അല്ലേ? കറക്റ്റാ. അത് തന്നെ. നമ്മളിവിടെ ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ പോവാണ്. സ്നോമാൻ ഉണ്ടാക്കാൻ അറിയില്ല. എന്തായാലും ഒരു മാന്റെ ഷേപ്പിലുള്ള ഒരു സാധനം ഉണ്ടാക്കി എല്ലാ കൊല്ലം ഉണ്ടാക്കാറുണ്ട്. അവസാനം സ്നോമാൻ ആവോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. ഒരു വികൃത രൂപം ഉണ്ടാവും. അതെ, ടുട്ടുക്ക് അത് മതി. ടുട്ടു ഹാപ്പി ആയിരിക്കും. പഞ്ഞ് പോലെ ഉണ്ട് കണ്ടോ. ടെമ്പറേച്ചർ നെഗറ്റീവായിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത് വെള്ളമായി പോകും. ഇതിപ്പോഴും പൊടിപൊടിയായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ബോളാക്കിയിട്ട് ഇവിടേക്ക് കുറച്ച് നമുക്ക് ബോളാക്കിയിട്ടില്ലേ അതിന് മേത്ത് ഇങ്ങനെ അറിയാൻ പറ്റും. മതി, ഇനി ഉണ്ടാക്കാം. എന്താണോ ചെയ്യുന്നത് എല്ലാവരും? ഞാൻ ഉരുട്ടാനുള്ള ശ്രമമാണ്. പക്ഷെ ഉരുട്ടുന്നതിനെ കണ്ടു ഇതിങ്ങനെ പൊടിഞ്ഞു പോകുന്നു. അതെന്താ അങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ വല്ല ടെക്നിക്കും ഉണ്ടോ? ഇത് വെള്ളം കൂട്ടി ഇങ്ങനെ കുഴക്കേണ്ടി വരും. നമ്മൾ മണ്ണ് ഒഴിക്കുന്ന പോലെ എങ്ങാനും. നീ അതുണ്ടാക്ക്. ഇത് എൻ്റെതായ രീതിയിൽ ഞാനിവിടെ കുറച്ച് പണി എടുക്കട്ടെ. സ്നോ ഉരുട്ടി ബോളാക്കിയിട്ടാണ് സാധാരണ നമ്മൾ സ്നോമാൻ ഉണ്ടാക്കുക. ഞങ്ങൾ ചെയ്തു വന്നപ്പോൾ അത് അങ്ങനെയൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ബാക്കി ആക്സസറീസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളുടെ സ്നോമാനെ അങ്ങ് മൊഞ്ചാക്കി എടുക്കാൻ പോവാം. സ്നോമാൻ ഉണ്ടാക്കി വെച്ച് കണ്ടിട്ടില്ലേ? ഡീരു എന്താ പറഞ്ഞെന്നറിയാം മോളെ? അതെന്താ എൻ്റെ അത്
അതാ ഞാൻ ചെറുപ്പം കുഞ്ഞുനാൾ മുതലേ ഇത് ഈ സൈസായപ്പോൾ മുതൽ ഞാൻ വീട്ടിലിരുന്ന് സ്നോ കുഴച്ച് സ്നോമാൻ ഉണ്ടാക്കി പഠിച്ചതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി. എന്നിട്ട് ഇപ്പോൾ ഒരാൾക്ക് അത് വുഫ് അതായത് ഡോഗി, ഒരാൾക്ക് അത് സ്നോ ഡോഗും മറ്റേക്ക് എന്താ അറിയോ അത് സ്നോ മോൺസ്റ്ററും ആണ്. അതാ ഒരാൾ പറയുന്നത് ഡോഗാണെന്നും ഒരാൾ പറയുന്നത് സ്നോ മോൺസ്റ്റർ ആണെന്നും. പക്ഷെ എന്തായാലും എനിക്കത് എന്താ പറയാ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാരണം എനിക്കത് സ്നോമാൻ ആണ്. എങ്ങനെയാണ് സ്നോമോൻ എന്ന് വിളിക്കാം. സ്നോമോൻ അതെ, നമ്മൾ സ്നോമോൻ പേരിട്ടിരിക്കുന്നു അല്ലേ, നമ്മുടെ സ്നോമോൻ. നിങ്ങൾ കാർവ് ചെയ്തിട്ട് ഒക്കെ ഉണ്ടാക്കിയതാണ്. സാധാരണ ഇതിങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കേണ്ടത്. ബോളൊക്കെ ഉരുട്ടി കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യണം. നമുക്കൊന്നും ശീലമില്ല. പിന്നെ കൈ നല്ല തണുപ്പായത് കാരണം റിസ്ക് എടുക്കാൻ തന്നില്ല. താഴെ ഇറങ്ങിയിട്ട് അത് പൊട്ടിക്കണം, തരിക്കുന്ന കൈ. അതുകൊണ്ട് കൂടിക്കിടക്കുന്ന ഈ മഞ്ഞുമലയുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സ്നോ വീഡിയോ സൈൻ ഓഫ് ചെയ്യാം. ബൈ.